നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം നമ്മുടെ ക്രിസ്മസിന്റെ അവധിയും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെ ട്യൂട്ടർ അക്കാഡമി പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ എന്താണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചതാണ്, രണ്ടോ മൂന്നോ തവണ പഠിപ്പിച്ചതാണ്. പിന്നീട് അവരത് ഫോളോ ചെയ്യാത്തത് കൊണ്ട് പലർക്കും മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ ആ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ രണ്ട് വീഡിയോയിലൂടെയാണ് പുറത്തു വിടുന്നത്. ഇന്നിപ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ നോട്ട്സ് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ നോട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു അധ്യായം പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇതിനകത്ത് എന്താണ് നോക്കിക്കേ. കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? കൺസ്യൂമർ ഒരു ഉപഭോക്താവ് എന്ന് വെച്ചാൽ എന്താണ്? എ കൺസ്യൂമർ ഈസ് ദാറ്റ് എ പേഴ്സൺ who consume goods and services for the satisfaction of human wants. മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളിൽ നിറവേറ്റാൻ വേണ്ടി വേണ്ടിയിട്ട് എന്താണ്? ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാധന സേവനങ്ങൾ വാങ്ങുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണെന്ത്? കൺസ്യൂമർ എന്ന്. കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് വസ്ത്രം വേണം, ഭക്ഷണം വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധന സേവനങ്ങൾ പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരെന്താണ്? ഒരു കൺസ്യൂമർ എന്നു തന്നെയാണ്. എ കൺസ്യൂമർ ഈസ് ദാറ്റ് പേഴ്സൺ ഹു കൺസ്യൂംസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂട്ടിലിറ്റി. ഉപയുക്തത അല്ലെങ്കിൽ ഉപഭോഗം എന്നാണ് യൂട്ടിലിറ്റിയുടെ അർത്ഥം. യൂട്ടിലിറ്റി ഈസ് ദാറ്റ് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഒരു സാധനത്തിന്റെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് മാറുമല്ലോ, അപ്പോൾ നമ്മളവിടെ സാറ്റിസ്ഫൈ ആവത്തില്ലേ? അപ്പോൾ ഒരു സാധനത്തിന്റെ നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്, ഇസ് ചേഞ്ചസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, പ്ലേസ് ടു പ്ലേസ് ആൻഡ് ടൈം ടു ടൈം. എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി എന്താണ്? ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, ചിലർക്ക് എന്താണ് ബിരിയാണി കഴിച്ചാലേ ഓക്കെ ആവത്തുള്ളൂ. അത് ഓരോ സ്ഥലത്തും എന്താണ്? യൂട്ടിലിറ്റി വ്യത്യാസമായിരിക്കും. ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന സാധനം കാശ്മീരിൽ ഒരുപാടുണ്ട്. കാശ്മീരുകാർക്ക് അത് വലിയൊരു യൂട്ടിലിറ്റി നൽകുന്ന ഒരു സാധനം ആയിരിക്കണമെന്നില്ല. പക്ഷെ പുറത്തുനിന്ന് ചെല്ലുന്ന നമുക്ക് എന്തായിരിക്കും? അത് വലിയ യൂട്ടിലിറ്റി നൽകുന്ന ഒരു സാധനമായിരിക്കും. ടൈം ടു ടൈമിലും എന്താണ്? യൂട്ടിലിറ്റി വ്യത്യാസപ്പെടാം. ഇപ്പൊ നമ്മൾ തണുപ്പിന് ഉപയോഗിക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾ എന്താണ്? തണുപ്പ് കാലത്തെ അതിന് യൂട്ടിലിറ്റി ഉണ്ടാവും, തണുപ്പില്ലാത്ത സമയത്ത്, ചൂടുള്ള സമയത്ത് അതിന് യൂട്ടിലിറ്റി ഉണ്ടാവും ഇല്ല. അപ്പൊ അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സാധനത്തിന്റെ, ഒരാളിന്റെ ഉപയുക്തതയെ, ഒരാളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഴിവിനെയാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്രോച്ചസ് ടു യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. ദർ ആർ ടു അപ്രോച്ചസ്. യൂട്ടിലിറ്റിക്ക് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഏതൊക്കെയാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഉണ്ട്. ഇറ്റ് ഈസ് അസ്യൂംസ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് സച്ച് ആസ് 1, 2, 3, 4. കാർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പറയാം? നമുക്കൊരു യൂട്ടിലിറ്റിയെ നമ്പറിന്റെ രൂപത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, അളക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്പറിന്റെ രൂപത്തിൽ അതിനെ അളക്കാൻ കഴിയുന്നെങ്കിൽ എന്താണ്? അതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരു സാധനം വാങ്ങി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1, 2, 3, 4, 5 എന്നുള്ള നിലയ്ക്ക് സ്റ്റാറുകൾ കൊടുത്ത് റേറ്റിംഗ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതൊരു കാർഡിനൽ യൂട്ടിലിറ്റിക്ക് ഉദാഹരണമുണ്ട്. അതായത് യൂട്ടിലിറ്റി കാനോട്ട് ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. പിന്നെന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? യൂട്ടിലിറ്റി കനോട്ട് ബി കനോട്ട് ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സിന്റെ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാത്ത യൂട്ടിലിറ്റി ആണെന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി. ബട്ട് ക്യാൻ ഓൺലി ബി കമ്പയർഡ് റാങ്ക്ഡ് ലൈക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ യൂട്ടിലിറ്റിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ 5 കടകളിലെ ബിരിയാണി മേടിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് ഒരു കടയിലെ ബിരിയാണി കൊടുക്കുന്നു, സെക്കൻഡ് റാങ്ക് ഒരു കടയിലെ ബിരിയാണി കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്താണ് അളക്കാൻ കഴിയുന്ന ഒരു യൂട്ടിലിറ്റി ആണെന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത മെഷർ ഓഫ് യൂട്ടിലിറ്റി ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്തൊരു ഭാഗമാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവാം. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ബൈ എ കസ്റ്റമർ ബൈ കൺസ്യൂമിങ് ഓൾ യൂണിറ്റ് ഓഫ് ഗുഡ്സ്. ഒരാൾ അയാൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നു, അതിൽ നിന്നും അയാൾക്ക് മുഴുവനായിട്ട് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റിയാണ് എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടി യു എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, ഈക്വൽ ടു സിഗ്മ എം യു. അതായത് അയാൾക്ക് ഓരോ തവണയും അയാൾ ഓരോ സാധനങ്ങൾ, ഇപ്പം 5 കിലോ അരി വാങ്ങിച്ചു, അപ്പൊ അതിന്റെ കൂടെ വീണ്ടും 2 കിലോയും കൂടെ വാങ്ങിച്ചു, വീണ്ടും അതിന്റെ കൂടെ 2 കിലോ കൂടെ വാങ്ങിച്ചു, അങ്ങനെ ഇത് കൂടുമ്പോൾ 9 കിലോ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് സിഗ്മ എം യു. മാർജിനൽ യൂട്ടിലിറ്റി എല്ലാം കൂടി കൂട്ടുമ്പോൾ, ഇവിടെ നമ്മൾ ആദ്യം 5 കിലോ വാങ്ങിച്ചു, അവിടെ മാർജിനൽ യൂട്ടിലിറ്റി 5, പിന്നീട് 2 കിലോ കൂടി വാങ്ങിച്ചു, അവിടെ മാർജിനൽ യൂട്ടിലിറ്റി 2, വീണ്ടും 2 കിലോ കൂടെ വാങ്ങിച്ചു, അവിടെയും മാർജിനൽ യൂട്ടിലിറ്റി 2. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുന്നതിനാണ് എന്ന് പറയുന്നത് സിഗ്മ എം യു. സിഗ്മ മാർജിനൽ യൂട്ടിലിറ്റി മൊത്തത്തിൽ കൂട്ടുന്നതിനാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത്. ആ പറ. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് കൺസ്യൂംഡ്. നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി, ഒരാളുടെ യൂട്ടിലിറ്റി 5 സങ്കല്പിക്കുക. ഒരാൾ ഇപ്പൊ അരി വാങ്ങിക്കുമ്പോൾ ഉള്ള അയാളുടെ യൂട്ടിലിറ്റി 5 സങ്കല്പിക്കുക. അയാൾ ഒരു യൂണിറ്റ് അരിയും കൂടി മേടിക്കുന്നു, അപ്പോൾ അയാളുടെ യൂട്ടിലിറ്റി 6 മാറുന്നു എന്ന് വിചാരിക്കുക. ഒരു യൂണിറ്റ് അരിയും കൂടി മേടിക്കുമ്പോൾ അയാളുടെ യൂട്ടിലിറ്റി 6 മാറും. അപ്പൊ 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഒന്നല്ലേ? അപ്പൊ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു യൂണിറ്റ് കൂടി അഡീഷണൽ യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ ഒരാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രത്തോളം കൂടുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയാണ്? രണ്ട് ഇക്വേഷൻ ഉണ്ട്. TU(n-TU(n)(1) എന്ന് പറയുന്ന ഒരു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. MU ഈസ് ഇക്വൽ ടു ഡെൽറ്റ TU ബൈ ഡെൽറ്റ എം. ഡെൽറ്റ TU എന്ന് വെച്ചാൽ ടോട്ടൽ യൂട്ടിലിറ്റി എത്രത്തോളം കൂടി, 5-ൽ നിന്ന് 6 അപ്പോൾ 1. എത്ര യൂണിറ്റ് ആണ്? എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ് നമ്മൾ അധികമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്, അതിനെയാണ് ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു യൂണിറ്റ് യൂട്ടിലിറ്റി കൂടി, അപ്പം 1/1 എന്ന് പറയുമ്പോൾ ഈസിക്കൽ ടു 1 ആണ് അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റാർ ഇട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ഈ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ടുവന്നേരാണ്, ഡെവലപ്പ് ചെയ്തേരാണ്, ആ ഒരു സംഭവം കൊണ്ടുവന്നേരാണ് നമ്മുടെ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സംഭവം അവിടെ കൊണ്ടുവന്നത്. ഇതിപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് ഈ പെന്നുകളൊന്നും ഉപയോഗിക്കാനുള്ളൊരു ആ, അറിവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അടുത്ത എന്താണ്?
ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപചയ സീമാന്ത ഉപയുക്തത നിയമം എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. മലയാളം പറയുന്നതെന്ന് വെച്ചാൽ മലയാളം ഒക്കെ പഠിക്കുന്നവരുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ഇത് ഡെവലപ്പ് ചെയ്തവരാണ്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഇത് ഈ ഒരു സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുമ്പോൾ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് അര മാർക്ക് അതിനകത്ത് തന്നെ കിട്ടും. ദ ലോ സ്റ്റേറ്റ്സ്, ഈ നിയമം പറയുന്നത് എന്താണ്? വെൻ എ കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് കണ്ടിന്യൂസ്ലി, ഒരു സാധനം ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിങ്, കുറഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ ഈ നിയമം പറയുന്നത്. അതായത് അരി തന്നെ നമ്മൾ കുറേ അധികം യൂണിറ്റുകൾ അങ്ങ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വാങ്ങിക്കുമ്പോൾ എന്താണ്? നമ്മൾ പിന്നീട് അതിന്റെ ഉപയോഗത്തെ നമുക്ക് കുറഞ്ഞു വരും. ഉദാഹരണമായിട്ട് നമ്മളൊരു കാര്യം തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് നന്നായിട്ട് വിശന്നിരിക്കുന്നു, നമ്മൾ 2 അപ്പം മേടിക്കുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര യൂട്ടിലിറ്റിയാണ്, നമുക്ക് ഭയങ്കര സംതൃപ്തി തോന്നും. പിന്നീട് ഒരു അപ്പോടെ മേടിച്ചാൽ നമുക്ക് അത്രയും യൂട്ടിലിറ്റി കിട്ടണമെന്നില്ല. പിന്നീട് ഒരെണ്ണോടെ മേടിച്ചാൽ വീണ്ടും യൂട്ടിലിറ്റി നമുക്ക് കുറയും. അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്ന മാർഗം ഇത് തന്നെയാണ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് കണ്ടിന്യൂസ്ലി മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിമിനിഷിങ്. ഒരു സാധനം തുടർച്ചയായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഒന്നിന്റെ പുറത്ത് ഒന്നുകൂടെ വാങ്ങിക്കുന്നതിനാണല്ലോ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 5 ഉള്ളത് നമ്മൾ 6 ആക്കുമ്പോൾ ആ അധികമായിട്ട് വാങ്ങിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ തൊട്ട് മുമ്പത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഈ പോർഷനിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണല്ലോ ഇത്. അപ്പം ഒന്നും കൂടി കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. താഴത്തെ ആ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? താഴത്തെ ആ ടേബിൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? യൂണിറ്റ് 1 വാങ്ങിക്കുമ്പോൾ എന്താണ്? നമുക്ക് യൂണിറ്റ് 1 വാങ്ങിക്കുമ്പോൾ 10 ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി അവിടെ 10 ആണ്. 2 വാങ്ങിക്കുമ്പോൾ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി 18 ആകുന്നു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 10-ൽ നിന്നും കുറഞ്ഞിട്ട് 8 ആകുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഒരു യൂണിറ്റ് കൂടെ അധികം വാങ്ങിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 18-ൽ നിന്നും 27 ആവുന്നു. അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാ കിട്ടുന്നുള്ളൂ? 6 കിട്ടുന്നുള്ളൂ. കാരണം ആദ്യത്തെ 10 ആയിരുന്നു, പിന്നീട് 18 ആകുമ്പോൾ 8 യൂണിറ്റ് അല്ലേ മാർജിനൽ യൂട്ടിലിറ്റി വരുന്നുള്ളൂ. പിന്നീട് 18 27 ആകുമ്പോൾ 6 യൂണിറ്റ് അല്ലേ യൂട്ടിലിറ്റി വരുന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് വരുമ്പോൾ എന്താണ്? ലാസ്റ്റ് 7 യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ 28 മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി 30 ആയിരുന്നു, 28 ആയിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് -2-ലേക്ക് എത്തുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്? അതിന്റെ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മാപ്പ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ മാപ്പിനകത്ത് കണ്ടോ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഒരു കർവ് ഉണ്ടോ? ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി 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 ഒന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു, വീണ്ടും മാക്സിമത്തിൽ കുറച്ച് നേരം പോകുന്നു, വീണ്ടും കുറഞ്ഞു വരുന്നു. അതിനൊക്കെ മാർജിൻ യൂട്ടിലിറ്റി ആ പറഞ്ഞ കണക്ക് തന്നെ. നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഒരു യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ കുറഞ്ഞു, 2 യൂണിറ്റ് ആക്കിയപ്പോൾ കുറഞ്ഞു, 3 യൂണിറ്റ് ആക്കിയപ്പോൾ 4 യൂണിറ്റ്, ഇങ്ങനെ തുടർച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഈ ടോട്ടൽ മാർജിൻ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് 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 വന്ന് മൈനസിലേക്ക് മാറും. ഇതാണ് ആ ഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ നല്ലോണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ടി യു ആൻഡ് എം യു. വെൻ ടി യു ഇൻക്രീസ്, ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഒരു ചോദ്യം 5 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാർക്കോളം കിട്ടും. കിട്ടിയതിനു ശേഷം നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ടി യു ആൻഡ് എം യു എഴുതി വെക്കണം, എന്നാലേ അത് പൂർണ്ണമായിട്ടും അതിന്റെ മാർക്ക് നമുക്ക് കിട്ടൂ. വെൻ ടി യു ഇൻക്രീസസ്, ടി യു കൂടുകയാണെന്ന് വിചാരിക്കുക, എം യു ഇസ് പോസിറ്റീവ് ആൻഡ് ഡിമിനിഷിങ്, മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ എന്താണ് പിന്നീട് ഡിമിനിഷിങ് ആവാൻ തുടങ്ങുന്നു. വെൻ ടി യു ഇസ് മാക്സിമം, മാക്സിമത്തിലേക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കൂടി കൂടി അങ്ങ് മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് 30 തന്നെ, നേരത്തെ ഇവിടെ പറഞ്ഞ കണക്ക് തന്നെ 30 തന്നെ ഇങ്ങനെ നിലനിൽക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? മാർജിൻ യൂട്ടിലിറ്റി എത്ര ആവുന്നു? ഇവിടെ 30 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പിന്നെ 30 ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മാർജിൻ യൂട്ടിലിറ്റി 0-ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മാർജിൻ യൂട്ടിലിറ്റി എവിടെ എത്തുന്നു? 0-ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, വെൻ ടി യു ഫാൾസ്, ടി യു പിന്നീട് കുറയാൻ തുടങ്ങും. ടി യു കുറയാനായിട്ട് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ഇവിടെ എം യു എന്താണ്? മൈനസ് ആയി മാറും. അപ്പൊ ടി യു കൂടുമ്പോൾ എന്താണ്? എം യു പോസിറ്റീവ് ആവുന്നു, പിന്നെ കുറയാൻ തുടങ്ങുന്നു. പിന്നെ ടി യു മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? എം യു 0 ആവുന്നു. ടി യു ഫാൾ ചെയ്യുമ്പോൾ കുറയുമ്പോൾ എന്താണ്? എം യു നെഗറ്റീവിലേക്ക് എത്തുന്നു. അപ്പൊ ഇതാണ് ഇത്. ഇനി ഇത് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അടുത്തത് പറയാൻ പോകുന്നത്.
അടുത്തതായിട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി അത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇൻഡിഫറൻസ് കർവ്. IC ഷോസ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് സെയിം സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു ഇൻഡിഫറൻസ് കർവ് എന്താണ് കാണിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരിക. ഈ രണ്ട് സാധനങ്ങളും എന്താണ് പല അളവിൽ വാങ്ങിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരിക. അപ്പൊ പല അളവുകളിൽ വാങ്ങിച്ചാലും ഒരേ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന വിവിധ ബണ്ടിലുകളെയാണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. രണ്ട് സാധനങ്ങൾ പല അളവിൽ വാങ്ങിക്കുന്നു, ഏത് അളവിൽ വാങ്ങിച്ചാലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. ഇപ്പൊ ഒന്നാമത്തെ സാധനം 5ഉം രണ്ടാമത്തെ സാധനം 2ഉം, ഒന്നാമത്തെ സാധനം 2ഉം രണ്ടാമത്തെ സാധനം 5ഉം വാങ്ങിച്ചാലും ഏത് അളവിൽ വാങ്ങിച്ചാലും ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വിവിധ ബണ്ടിലുകളെ കാണിക്കുന്ന ഒരു ലൈൻ, ഒരു ഗ്രാഫാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഏഹ് ഇതിനകത്ത് എന്ത് വേണം, കൺസ്യൂമറിന് വലിയ പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വ്യവസ്ഥയും കൂടി പറയുന്നുണ്ട്. അതാണ് ഈ കർവ്. ഈ കർവ് വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു ആകൃതിയിലാണ്, ഇങ്ങനെ ഒരു കോൺവെക്സ് ആകൃതിയിലാണ് ഈ കർവ് വരുന്നത്. അപ്പൊ ഇതിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, ABCD, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എനി പോയിന്റ്സ് IC AB, ഇപ്പൊ പോയിന്റ് എ ആയാലും പോയിന്റ് ബി ആയാലും എന്താണ് കാണിക്കുന്നത്, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ബണ്ടിൽ. അതാണ് എയിൽ സാധനം വാങ്ങിച്ചാൽ ഒന്നാമത്തെ സാധനം ഇത്രയും വാങ്ങിക്കാം, രണ്ടാമത്തെ സാധനം ഇത്രയും വാങ്ങിക്കാം. എ ആണെങ്കിലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ, ബിയിലാണെങ്കിലും ഒന്നാമത്തെ സാധനം ഇത്രയും വാങ്ങിക്കാം, രണ്ടാമത്തെ സാധനം ഇത്രയും വാങ്ങിക്കാൻ പറ്റും. എ ആണെങ്കിലും ബി ആണെങ്കിലും എന്താണ്, സാധനം വാങ്ങിക്കുമ്പോൾ ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് ബണ്ടിലുകളാണ് എയും ബിയും. അതെവിടാണ്, IC കർവിന് ഉള്ളിൽ എവിടെ ഒരു പോയിന്റ് ഇട്ടാലും, എവിടെ രണ്ട് പോയിന്റ് ഇട്ടാലും, രണ്ട് പോയിന്റിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങൾ വിവിധ അളവുകളിലായിരിക്കും വാങ്ങിക്കുന്നത്, എന്നാലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും രണ്ട് പോയിന്റുകളിൽ നിന്നും സാധനം വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവിനുള്ളിലുള്ള ഡി എന്ന് പറയുന്ന പോയിന്റിൽ എനി പോയിന്റ് ബിലോ ദ ICD ഇൻഫീരിയർ ബണ്ടിൽസ്, എന്താണ് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത, എന്താണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറച്ച് ലഭിക്കുന്ന ബണ്ടിലുകളായിരിക്കും ഈ ഇൻഡിഫറൻസ് കർവിനുള്ളിലുള്ള ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളല്ലോ. ഉള്ളിൽ ഏത് പോയിന്റ്, ഇപ്പൊ ഇവിടെ ഒരു F ഇട്ടാലും എന്താണ് അതിനും കിട്ടുന്ന, എന്താണ് നമ്മുടെ ഇൻഫീരിയർ ബണ്ടിൽസ് ആയിരിക്കും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പൂർണ്ണമാകാത്ത ബണ്ടിലുകളായിരിക്കും കിട്ടുന്നത്. ഇനി സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, എനി പോയിന്റ് എബോ IC കർവ്, IC കർവിന് മുകളിൽ വരുന്ന ഒരു പോയിന്റ് ആണല്ലോ, അവിടെ എന്താണ് സുപ്പീരിയർ പ്രിഫേർഡ് ബണ്ടിൽ, നമുക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ബണ്ടിലായിരിക്കും ഈ ഇൻഡിഫറൻസ് കർവിന് മുകളിൽ കാണുന്ന ഒരു പോയിന്റിലുള്ള ബണ്ടിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എയും ബിയും എന്താണ്, ഇൻഡിഫറൻസ് കർവിനകത്താണ്. ഇൻഡിഫറൻസ് കർവിനകത്ത് വരുന്ന ഏത് ബണ്ടിലും എന്താണ്, സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് ലഭിക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെ നമ്മൾ H എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഈ എച്ചും എന്തായിരിക്കും, ഈ എയും ബിക്കും കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും H എന്ന് പറയുന്ന പോയിന്റിനും കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഏതൊരു ബണ്ടിൽ എവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താലും അവിടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, നമുക്ക് നേരത്തെ ലഭിച്ച പൂർണ്ണമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ നമുക്ക് ലഭിക്കത്തില്ല. അവിടെ എന്തായിരിക്കും, നമുക്ക് ലഭിക്കുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷനേക്കാൾ കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ഒരു ലിങ്ക്, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താലും അതിലും കിട്ടുന്ന എന്താണ്, നമുക്ക് നേരത്തെ ലഭിച്ച സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇവിടെ പോയിന്റ്സ് ഓൺ എബോ ആൻഡ് ബിലോ എന്നൊക്കെ പറയുന്ന ഇതിൽ പറയാം. അപ്പൊ ഇൻഡിഫറൻസ് കർവ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, അത് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. നോക്കിക്കോളൂ, എല്ലാവരും നന്നായിട്ട് നോക്കിക്കോളൂ. ഇനി അടുത്ത് എന്താണ്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിഫറൻസ് കർവ്, കുറച്ച് അധികം ഇൻഡിഫറൻസ് കർവ് വരുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്, ഇപ്പൊ ഒരു ഇത് വരച്ചു, ഇതൊരു ഇൻഡിഫറൻസ് കർവ്, ഇതൊരു ഇൻഡിഫറൻസ് കർവ്, ഇതൊരു ഇൻഡിഫറൻസ് കർവ്, ഇതിനെ വിളിക്കുന്നത് എന്താണ്, ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഏഹ് മാഞ്ഞു പോയി, സോറി. ഇതിനെ വിളിക്കുന്നത് എന്താണ്, ഒരു ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് ഇങ്ങനെയുള്ള ഒരു ഫാമിലിയെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത്. അതിനെയാണ് എന്താ പറയുക, ഇൻഡിഫറൻസ് മാപ്പ്. ഈസ് ദ ഹയർ IC ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ഏറ്റവും മുകളിലത്തെ ഇൻഡിഫറൻസ് കർവ്. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഇൻഡിഫറൻസ് കർവ് ഏതായിരിക്കും, ഇതായിരിക്കും. ഇനി ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് IC ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെന്താണ്, ഈ IC സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ട് സ്ലോപ്പ് ചെയ്ത് വരുന്നതാണ് ഒരു IC കർവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ്
അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് താഴത്തെ വിശദീകരിച്ചൊന്നും നിങ്ങൾ പഠിക്കണമെന്ന് ഇല്ല. ഐ സി ഇസ് കോൺവെക്സ് ടു ഒറിജിൻ. ഐ സി എന്താണ്? ഒറിജിനിൽ നിന്നും ഒരു കോൺവെക്സ് ആകൃതിയിലായിരിക്കും. ഐ സി തുടങ്ങുന്ന എവിടുന്നാണ്? ഇവിടുന്ന് ഒരു കോൺവെക്സ് ആകൃതിയിലായിരിക്കും. ഇവിടുന്ന് തുടങ്ങുമ്പോൾ എന്താണ്? ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു കോൺവെക്സ് ആകൃതിയിലായിരിക്കും ഐ സി കർവ് വരുന്നത്. ഐ സി ഈസ് ഡു നോട്ട് ഇന്റർസെക്ട് ടീച്ചർ. ഇതിനകത്ത് ഒരു ഐ സി കർവ് ഒരു ഐ സി കർവിനെ തട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊരിക്കലും തുടർച്ചയായി ഇത് തമ്മിൽ സ്പർശിക്കാറില്ല. ഹയർ ഐ സി ഗിവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ എന്താണ്? ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഉയർന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. താഴ്ന്ന ഇൻഡിഫറൻസ് കർവ് എന്താണ്? താഴ്ന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും നൽകുന്നു. ഇതാണ് ഐ സി കർവിന്റെ ഫീച്ചേഴ്സ്. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സാധാരണഗതിയിൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അറിയാമല്ലോ, ഇച്ചിരി ടഫായിരുന്നു ചോദ്യം. എന്നാലും പബ്ലിക് എക്സാമിന് കൂടി അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകളും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉം, ഇത്രയും വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഓരോരുത്തരും എന്നെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുക ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ വേണം. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ക്ലാസ് ഞാൻ ഇത്രയും ചുരുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ചുരുക്കി ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ അറിയിക്കുക. നമുക്ക് അതേ രീതിയിൽ അത് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, താങ്ക്സ്.